കല്ലുവാതുക്കൽ നടയ്ക്കൽ ആളില്ലാത്ത വീടിന്റെ കതക് കുത്തിത്തുറന്ന് കവർച്ച. നടയ്ക്കൽ കിഴക്കേമുക്ക് ദിനേശ് ഭവനിൽ സുധാകരന്റെ വീട്ടിലാണ് മാരകായുധങ്ങൾ ഉപയോഗിച്ച് കതക് പൊളിച്ച് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾക്ക് എറണാകുളത്ത് വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെളുപ്പിന് ഇവിടെ നിന്ന് പോയി, എല്ലാവരും കൂടെ പോയിരുന്നു. അന്ന് തന്നെ തിരിച്ചെത്താമെന്നുള്ള ഇതിലാണ് ഞങ്ങൾ പോയത്. പക്ഷേ അവിടെ ചെന്നിട്ട് അത് അന്ന് തിരിച്ചെത്താൻ പറ്റിയില്ല. ഞങ്ങൾ തിങ്കളാഴ്ച രാവിലെ ഒരു 10 മണിയൊക്കെ ആയി ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളെ വീട് ആരോ കയറി കുത്തി തുറന്ന് സാധനങ്ങളും കുറച്ച് സ്വർണ്ണം ഉണ്ടായിരുന്നത്, കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അതെല്ലാം ഞങ്ങൾക്ക് നഷ്ടമായി. വീടെല്ലാം കുത്തിപ്പൊളിച്ച് ആരോ പിന്നെ ഇവിടെ CCTV ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതെല്ലാം അവർ നശിപ്പിച്ച് പിന്നെ വീട്ടിലുള്ള ഒരു സാധനങ്ങളും ബാക്കി വയ്ക്കാതെ കയ്യിൽ കിട്ടിയ സകല സാധനങ്ങളും നുള്ളിപ്പറക്കി എല്ലാം കൊണ്ടുപോയി. സാധനങ്ങൾ അത്രയും വലിച്ചു വാരിയിട്ട് വീട്ടിലുള്ള എല്ലാ രേഖകളും അവർ പറക്കി 4 വഴിക്കും വിതറി വളരെ സങ്കടം ഉണ്ടാവുന്ന രീതിയിലാണ് എല്ലാം നശിപ്പിച്ചിട്ടിരുന്നത്. ഈ കഴിഞ്ഞ 19-ാം തീയതി കൊച്ചിക്ക് പോയിരിക്കുകയായിരുന്നു സുധാകരനും കുടുംബവും. 20-ാം തീയതി പുലർച്ചെ 1:15 കൂടിയാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. സമുദ്രവിഷന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ആസൂത്രിതമായി പ്ലാൻ ചെയ്ത മോഷണമാണെന്നതാണ്. വീടിന് തൊട്ടടുത്ത ആളൊഴിഞ്ഞ വസ്തുവിന്റെ സൈഡിലൂടെയാണ് വീടിന്റെ കോമ്പൗണ്ടിൽ കയറിയത്. വീടിന്റെ ആദ്യത്തെ മുറി മാരകായുധങ്ങൾ ഉപയോഗിച്ച് കുത്തിപ്പൊളിക്കുകയും ഇടനാഴിയിലൂടെ മറ്റു മുറികളിൽ പ്രവേശിച്ച് വാർഡ്രോബുകളും മറ്റും കുത്തിപ്പൊളിച്ച് 22,000 രൂപയും 8 പവൻ സ്വർണ്ണാഭരണങ്ങളും ലാൻഡ് ഫോൺ, വൈഫൈ മോഡം എന്നിവ മോഷ്ടിക്കുകയും ചെയ്തു. വിലപിടിപ്പുള്ള രേഖകളും മറ്റും നശിപ്പിക്കാൻ ശ്രമിക്കുകയും എല്ലാ വസ്തുക്കളും വാരിവലിച്ചിടുകയും ചെയ്തു. ആദ്യമായി ആ വീട്ടിലേക്ക് വരുന്നവരാരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഡോർ വഴിയാണ് മോഷ്ടാക്കൾ കയറിയത്. ഇത് വീട്ടുകാരെയും ആശങ്കയിലാക്കി. വീടും പരിസരവും മോഷ്ടാക്കൾ മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നു എന്നത് വ്യക്തമാണ്. വീട്ടുടമസ്ഥർ സമുദ്രവിഷനോട് വളരെ നടുക്കത്തോടെയാണ് സംസാരിച്ചത്. CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ ഈ വീട്ടിൽ നിന്നും റബ്ബർ ഷീറ്റുകൾ മോഷണം പോയിരുന്നു. വീടിനടുത്ത് ഒഴിഞ്ഞു കിടക്കുന്ന വസ്തുവിൽ സാമൂഹിക വിരുദ്ധ ശല്യം വ്യാപകമാണെന്ന് വീട്ടുകാർ പറയുന്നു. അവിടെ കുറച്ച് സ്ഥലം ഒഴിഞ്ഞു കിടക്കുന്ന കാട് മൂടി കിടന്നതാണ്. ഈ അടുത്ത സമയത്ത് നമ്മളിവിടെ നാട്ടുകാരെല്ലാവരും കൂടെ കൂടിയാണ് അത് വൃത്തിയാക്കി പിന്നെ ആക്കിയിട്ടത്. അപ്പോൾ ഏത് സമയം അവിടെ വണ്ടികൾ കൊണ്ടുവന്ന് വയ്ക്കുകയും പിന്നെ എപ്പോഴും ഭയങ്കര ശല്യമാണ് അവിടെ. പിന്നെ ആ സമയത്തും ഒരുപാട് ഇരുട്ടിയാലും ബൈക്കുകളും ആൾക്കാരും ഒക്കെ അവിടെ അതിനകത്ത് കാണും, കാട് മൂടി കിടന്ന സമയത്ത്. അപ്പോൾ ഞങ്ങൾ അത് പല പ്രാവശ്യവും ഞങ്ങളത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇവിടെ CCTV വയ്ക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ കഴിഞ്ഞ ഡിസംബറിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ച് റബ്ബർ ഷീറ്റ് മോഷണം പോയി. അപ്പോൾ വളരെ ശല്യമാണ് ഇവിടെ. പോലീസിൽ അപ്പോഴും തന്നെ പരാതിപ്പെടുകയും പിന്നെ പോലീസ് എല്ലാവരും വന്ന് എല്ലാം വന്ന് പിന്നെ ഡോഗ് സ്ക്വാഡും എല്ലാവരും വന്ന് വിരലടയാളം എടുത്ത് എല്ലാം ചെയ്ത് അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നെ അത് ഉടനെ അത് എന്താണെന്നുള്ളത് രംഗത്ത് കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾക്കൊരു ആവശ്യം. കാരണം നിരന്തരം ഇത്രയും ശല്യമൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് വിഷമതയിലാണ്. ഈ പരിസരത്ത് എല്ലാവരും വളരെ വിഷമത്തിലാണ്. ഈ പരിസരത്തൊന്നും നേരത്തെയൊന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. ഇവിടെ നല്ലൊരു അന്തരീക്ഷമുള്ള സ്ഥലമായിരുന്നു. ഇതിന്റെ പിന്നിൽ അന്യസംസ്ഥാന മോഷണ സംഘങ്ങളാണോ അതോ അത്തരം ഭീതി മുതലെടുക്കുന്ന മറ്റാരെങ്കിലുമാണോ? അധികാരികൾ വേണ്ട ശ്രദ്ധയോടെ ഇത്തരം കുറ്റകൃത്യങ്ങളുടെ മേൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാടിനെ ഉറക്കം കെടുത്തുന്ന അവസ്ഥയിലേക്ക് മാറും.